രാത്രി ആയപ്പോഴത്തേക്കും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മീൻകറിയായിട്ട് ഉമ്മ വരുമെന്ന്. മീൻകറിയും അതുപോലെ തന്നെ ചീര ഒലത്തിയതും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുട്ട പൊരിച്ചത് അങ്ങനെ ചോറിനെ കൂടെ കഴിക്കാത്തതുകൊണ്ടിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ അത് ആ ചീരയൊക്കെ ഇട്ടതിനുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചീരക്കറിയും അതുപോലെ തന്നെ പട്ടത്തി മാന്തളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ അയിനൂസ് ഇരിപ്പുണ്ട്. എന്താ പറഞ്ഞ ഗുളിക വെച്ചിട്ട് കിടന്നുറങ്ങണോ? കാല് വേന മാറോ? അപ്പോൾ മരുന്നായിട്ടാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നീരി വീച്ചിൻ്റെയും അതുപോലെ തന്നെ കാലിൽ പറ്റാനുള്ള ഓയിൽമെൻ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അയിനൂസ് പറയുകയാണ് എൻ്റെ അടുത്ത്, മരുന്ന് തേച്ച് കഴിഞ്ഞാൽ കാലുവേദന മാറും, ഗുളിക കഴിക്കണം, എന്നാലേ വേദന മാറുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. ഞാനപ്പോൾ തന്നെ മരുന്നെടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. അയിനൂസിൻ്റെ കയ്യിൽ മരുന്ന് ഇരിക്കുന്നുണ്ടിട്ട് വാപ്പ പറയാണ് മരുന്ന് വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ എല്ലായിടത്തും കളയുമെന്ന്. പിന്നെ ഞാൻ എന്താ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെമ്മീൻ കറിയും അതുപോലെ തന്നെ മാന്തൾ കറിയും പിന്നെ നമ്മുടെ ചീലൊലത്തിയതൊക്കെ കൂട്ടിയിട്ട് ഇതെന്താ ചെയ്യണ്ട? എന്നിട്ട് കഴിച്ചാ മാറുമോ വേദന? വേണ്ട, മരുന്ന് വേണ്ട. കാല് വേണ്ട ഇത് കുടിച്ച് കഴിഞ്ഞാൽ കാലുവേദന എടുക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ ആട്ടെ. ഞാൻ മരുന്ന് കുടിച്ചില്ലെങ്കിൽ അവൾക്കാണ് ഭയങ്കര സങ്കടം. ഞാൻ വീണപ്പോൾ തന്നെ അവൾ കരഞ്ഞ് എന്നെക്കാട്ടി കൂടുതൽ സങ്കടപ്പെട്ട എൻ്റെ മോളാണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ക്ഷീണിക്കാകത്ത കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബിസ്ക്കറ്റും മിഠായും ഫ്രൂട്ടി കൂട്ടത്തിൽ നമ്മുടെ അയിനൂസിനും ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മാൽക്കിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 കിക്കായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എനിക്ക് അവൾ പങ്കിട്ട് തരാം കേട്ടോ. അവൾക്കുള്ളത് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കുള്ളത് എനിക്കും തരുന്നുണ്ടേ. പിന്നെ എന്ത് കിട്ടിയാലും ഓടി എനിക്കൊന്നും തരും കേട്ടോ. പിന്നെ ഞാൻ ഫ്രൂട്ടി കുടിച്ച് പകുതിക്കാതെ കൊടുത്തു. പിന്നെ ആ കിക്കായിട്ട് കഴിച്ച് പകുതിക്കാതെ കൊടുത്തു. അപ്പം അത്രയുള്ള നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ കാലിൻ്റെ അവസ്ഥ